അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥലങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. അപ്പോസ്തലനായ പൗലോസ് ഈ തിരുവചനം പ്രസംഗിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നത് പൂജാവിധികൾ ചെയ്യുന്ന കണ്ട് എന്റെ മനസ്സിനെ ചൂട് പിടിച്ചിട്ട് അഥേന പുരുഷന്മാരെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ പ്രസംഗം ഇപ്പോൾ ഞങ്ങളെ ഇവിടെ നിന്ന് കാണുകയാണ്, നിങ്ങളെ കാണിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ഗ്രീസിൽ ഏഥൻസ് എന്ന പട്ടണത്തിലാണ്. ഈ പട്ടണത്തിലെ പൗലോസ് വന്ന് സുവിശേഷകരെ ചെയ്ത ഒരുപാട് ഏരിയകളുണ്ട്, ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം പുരുഷന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. പിന്നീട് 23-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം മുഴുവൻ നടന്ന സംഭവം നടന്ന സ്ഥലമാണിത്. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാ സ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. നോക്കുക, നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതിനെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലൊന്നൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നില്ല. എത്രയോ സത്യമാണ്. അന്ന് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ കണ്ടുകൊണ്ട്, പൂജകൾ ചെയ്യുന്നവരെ കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ആ സത്യസുവിശേഷം പ്രസംഗിക്കുന്നത്. അവിടെ വേറൊരു പ്രത്യേക ഭാഗം കാണിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത്, നിങ്ങൾ അറിയാതെ. അപ്പം അറിയാത്ത മനുഷ്യർക്ക് അറിയാൻ മേലാത്ത, അറിവില്ലാത്ത ഒരു കാലഘട്ടം, അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. അങ്ങനെ ചില അറിവില്ലായ്മയുടെ കാലഘട്ടത്തെ നിന്ന ചില പുരുഷന്മാർ നോക്കിക്കൊണ്ടാണ് താൻ പ്രസംഗിക്കുന്നത്. അപ്പൊ അറിവില്ലായ്മയുടെ കാലഘട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്റെയും ജീവിതത്തിലെ അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ ശവക്കോട്ടപ്പാലത്തിനടുത്ത് ഇവർശിപുണ്യാളെ സേവിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഞാൻ പോവുക പതിവായിരുന്നു. അറിവില്ലായ്മയുടെ ചില കാലഘട്ടങ്ങൾ. ഇവർശിപുണ്യാളുടെ സേവ അവിടെ നടക്കുന്നത്. അതുപോലെ കോതമംഗലത്തിനടുത്ത് ഒരു വെളിച്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം കൈവശം ഇറക്കുന്ന ഒരു വെളിച്ചപ്പാടായിരുന്നു. നോക്കുക, അറിവില്ലായ്മയുടെ കാലഘട്ടം. അതുപോലെ ഒത്തിരി നമ്മൾ നേർച്ചകൾ കഴിക്കുന്നു, ഒത്തിരി മലകൾ ചവിട്ടുന്നു, നേർച്ച കഴിക്കുന്നു, പൂജാഗിരി കഴിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോയ അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ കുറെ ജനങ്ങളെ നോക്കിക്കൊണ്ടാണ് അന്ന് പൗലോസ് ഇവിടെയും ഈ വിഷയം അവതരിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അറിവില്ലായ്മയുടെ എന്റെ അനുഭവത്തില് എന്റെ ആ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ യേശു എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വീഴുവാൻ ഇടയായിത്തീർന്നു. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നു, നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകുന്നു. അതെ, കർത്താവ് വരുന്നത് തന്നെ അതിനാണല്ലോ, വന്നത് തന്നെ അതിനാണല്ലോ. അവൻ പാപികളെ രക്ഷിക്കാനാണല്ലോ. അന്ധവിശ്വാസത്തിൽ ജനത്തെ സത്യവിശ്വാസത്തിൽ നയിക്കാനാണല്ലോ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് തന്നെ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു എന്റെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് എന്റെ ജീവിതത്തിൽ പണിയാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഇന്ന് 125ാമത്തെ രാജ്യമായ ഗ്രീസിൽ ഇന്ന് നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ച ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാനും ഈ സുവിശേഷം നിങ്ങളെ അറിയിക്കുന്നു. അതെ, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യടി നൽകപ്പെട്ടവർ ഒരു നാമവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അറിവില്ലായ്മ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ, ഒരുപക്ഷെ അറിവില്ലായ്മയുടെ കാലഘട്ടം ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ കടത്താൽ ഭാരപ്പെടുന്നോ, കടം കയറി മുടിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നോ, അല്ല ആത്മഹത്യയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്ധവിശ്വാസത്തിലായിരുന്നോ, ക്ഷുദ്രമേ, മന്ത്രമേ, കൂടോത്രമേ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, ചെയ്യിച്ചിട്ടുണ്ടോ, ചെയ്യുന്നവരാണോ, ഇതൊക്കെ ലോകത്തുണ്ട്. ഇതൊക്കെ ഞാനിതിന്റെ ഈ വഴിയിലേക്ക് കടന്നുപോയതാണ്. അല്ലാതെ യേശു ക്രിസ്തു അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ആ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടുക, ഒരു പുതിയ ജീവിതം തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഭാരം അനുഭവിക്കുന്നവരാണെങ്കിൽ, കർത്താവിന്റെ ഒരു വാഗ്ദത്തമുണ്ട്. അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവര് നിങ്ങൾ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
ഹല്ലേലൂയ, ഈ സുവർത്താനം, ഈ ഗുഡ് ന്യൂസ് പറഞ്ഞ ഒരേ ഒരു കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് ഈ ഗുഡ് ന്യൂസ് ജനത്തോട് വിളിച്ചറിയിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ കൂടെ പ്രാർത്ഥിക്കാം. എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അറിവില്ലായ്മയ്ക്ക് പുഷ്ടപ്പെടാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിത്തരും. അത് നിങ്ങൾ ഏറ്റു പറഞ്ഞ് എന്നോട് ചൊല്ലുക. ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം തന്നെ നിങ്ങളെ പണക്കാരനാക്കും, നിങ്ങളെ കോടീശ്വരനാക്കും എന്നല്ല. അതുകൊണ്ട് നിങ്ങൾ കോടീശ്വരനാകുന്ന വലിയ വീട് കിട്ടുമെന്നോ അമേരിക്കയ്ക്ക് പോകാൻ വിസ കിട്ടുമെന്നോ അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും എന്നാണ് ഞാനിതിലും ഉദ്ദേശിക്കുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെടുവാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നുള്ളത്. ഹല്ലേലൂയ, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ പ്രാർത്ഥന പറയാം. ഒരുപക്ഷെ നിങ്ങൾ പാപിയായിരിക്കും. നിങ്ങളുടെ പാപം എത്ര കടിച്ചൊന്നും ചുമപ്പാണെങ്കിലും അത് ചുമം പോലെ വിളിപ്പിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ, ആ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പ്രസംഗിച്ച വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ കൂടെ പ്രാർത്ഥന ഏറ്റു പറയാം. എന്റെ കൂടെ ഏറ്റു പറയുക, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാകുന്നു, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. നമ്മുടെ കുറ്റങ്ങൾ ഏറ്റു പറയുക, കർത്താവ് അത് ക്ഷമിക്കും. നിങ്ങൾ എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ അതെല്ലാം കർത്താവ് നിങ്ങളോട് ക്ഷമിക്കും. അതെ കർത്താവെ, എന്റെ കുറവുകൾ, ഞാൻ ചെയ്ത പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. നിങ്ങൾ എന്നോട് ഏറ്റു പറയുക, കർത്താവെ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഇന്നു മുതൽ കർത്താവായ യേശുവിനെ ഞാൻ എന്റെ കർത്താവും യേശുവുമായി സ്വീകരിക്കുന്നു. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ കർത്താവായ യേശുവിനെ എന്റെ കർത്താവും എന്റെ രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. അതെ, ഇന്നു മുതൽ എന്റെ അന്ത്യം വരെയും കർത്താവായ യേശുക്രിസ്തു എന്റെ കർത്താവായിരിക്കും, എന്റെ ദൈവമായിരിക്കും. അതെ, അതായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. കർത്താവായ യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുക. ഹല്ലേലൂയ, ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതെ, യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ ഹല്ലേലൂയ അറിവില്ലായ്മയുടെ കാലഘട്ടത്തെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവ് യേശുവേ, എന്റെ കുറവുകളോട് ക്ഷമിക്കണമേ. ഇന്നു മുതൽ കർത്താവ് യേശുവിനെ ഞാൻ എന്റെ കർത്താവും രക്ഷിതമായി സ്വീകരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു എന്റെ മരണം വരെയും എന്റെ കർത്താവ്, എന്റെ ദൈവം. അതെ, നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ കർത്താവ്, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ ആരെങ്കിലും കർത്താവെ ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. നീ അവരുടെ പ്രാർത്ഥനയെ മാനിച്ച് അവരുടെ കഷ്ടതകൾ മാറ്റി അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണമേ. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ. അവർ ആത്മഹത്യ ഒരുങ്ങുന്നവരാണോ, കടഭാരത്താൽ രോഗഭാരത്താൽ കഷ്ടപ്പെടുന്നവരാണോ, നീ അവരെ രക്ഷിച്ചെടുക്കണമെന്ന് അടിയും പ്രാർത്ഥിക്കുന്നു. അതെ, ഹല്ലേലൂയ, അവർക്കൊരു പുതിയ ജീവിതം കൊടുത്തു. അവരുടെ ആ അന്ധവിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്ന് സത്യവിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുവാൻ നീ അവർക്ക് വഴികാട്ടിയായിരിക്കണമേ. പരിശുദ്ധാത്മാവരെ നടത്തുമാറാണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതൊക്കെ കർത്താവെ അനുഗ്രഹിച്ചും മാനിച്ചു കർത്താവെ, നീ അവരെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവരങ്ങളിലേക്ക് ഞാൻ അവരെ ഏൽപ്പിക്കുന്നു. അവരെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.